ഇന്ന് ഞങ്ങൾ രണ്ടിനും കൂടി ഒരു ഓട്ടുപാറ വരെ കൂട്ടുകാരെ കല്യാണത്തിന് പോകണം. അങ്ങനെ എന്താക്കി ബസ്സിൽ കയറി. അവിടെ എത്തി ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അവിടുന്ന് ഓട്ടുപാറ ബസ് കയറി ശക്തമായിട്ട്. പിന്നെ വെയിൽ കിട്ടാതിരിക്കാൻ കുറേ ഫിസിക്സ് ഒക്കെ നോക്കിയില്ല, പക്ഷേ കറക്റ്റ് വെയിൽ തന്നെ പോയിരുന്നു. ഒന്നും ഉറങ്ങി എൻ്റെ സ്ഥലത്തി. പിന്നെ എന്താക്കി കല്യാണത്തിന് നോക്കുമ്പോൾ അവിടെ നല്ല ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. എനിക്ക് നല്ല വിഷമമായിരുന്നു. അപ്പോൾ സദ്യ പിടിക്കാൻ ചെയ്തു. ആദ്യം എന്തിനു കയറി തിരക്കണായിരുന്നില്ല. നോക്കിയപ്പോൾ പൈനാപ്പിൾ അറിയില്ല. നല്ല വിഷമമായിരുന്നു. ആ വിഷമം എന്താക്കി ഒരു കൊണ്ടാട്ടം വെള്ളം കടിച്ച് സഹിച്ച് ഞങ്ങൾ തീർന്നു. പിന്നെ ഈ അവിയലും പിന്നെ ഈ കറിയും സെറ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പായസം, ഇഞ്ചാമ്പുളി ഒക്കെ സെറ്റ് സാധനം. അങ്ങനെ എന്താക്കിയാണ് ഞങ്ങൾ കൈ കഴുകി ഉടുക്കത്തിരക്ക്. പിന്നെ സുപ്പാരി പഴം അതൊക്കെ ഉണ്ട്. ഞാൻ പഴം എടുത്തുള്ള സുപ്പാരി ലഹരിയല്ലേ. പിന്നെ ഐശ്വര്യമൊക്കെ ക്യൂട്ട്നെസ് കൊണ്ട് വാരി എറിഞ്ഞു. കുറേ കൊണ്ട് വാരി പൊത്തായിരുന്നു അവൾ. ഒറ്റയടിക്കാൻ ചുമ്മിന് മിളക്കണ്ടായിരുന്നു അവളുടെ തല. എന്നാലും പാവാ. പിന്നെ എന്താക്കി അവിടെ നിന്ന് നേരെ മോളിക്ക് കയറി. കഴിച്ചൊക്കെ തയ്ക്കുന്നത് 4ാമത്തെ നില കണ്ടായിരുന്നു. അത് കയറി നേരെ ഫാൻ്റെ അടിയിൽ പോയിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് സംഭവം കണ്ടേ നിറച്ച് പെമ്പിള്ളേര്. ഞാൻ പിന്നെ സിഗ്മയെ പോയില്ലേ. കുറേ മുണ്ടിലുള്ള പെങ്കുച്ചൊളക്കുണ്ടായിരുന്നു. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം സിഗ്മയെ പോയില്ല. എന്ത് ചെയ്യാൻ ഞാൻ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴും അവളുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴും എബി സംസാരം. പിന്നെ എബി ഫോട്ടോഗ്രാഫറായി. പിന്നെ ഞാനും ഫോട്ടോഗ്രാഫറായിട്ട് ചെറുതായിട്ട്. പിന്നെ ഇപ്പം എല്ലാ പെമ്പിള്ളേർക്കും നല്ല മുടിയാണ്. തല്ലി കിട്ടാണ്ട് രക്ഷപ്പെട്ട ഭാഗ്യം. എനിക്ക് മുടി പിന്നെ വീക്ക്നെസ് ആണല്ലോ. പിന്നെ മെയിൻ ചടങ്ങ് കരച്ചിൽ. അത് വിട്ടുള്ള കളിയില്ലല്ലോ. അതിൻ്റെ നല്ല കരച്ചിൽ. അത് കണ്ടിട്ട് എന്താക്കി ഐശ്വര്യം അതിലേറെ കരച്ചിൽ. അങ്ങനെ അതിനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തലവൻ എടുക്കണമായിരുന്നു. അപ്പോൾ നേരെ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഐശ്വര്യ ചിലവാന്ന് പറഞ്ഞു. ഞാൻ സർവത്തൊക്കെ കുടിച്ച് ബസ്സൊക്കെ കയറി ഇനിയൊരു ഉറക്കം. അപ്പോൾ ഓക്കെ ബൈ.